യേശുക്രിസ്തുവിനെ സ്നേഹിക്കുകയും യേശുക്രിസ്തുവിൻ്റെ വചനം പാലിക്കുകയും ചെയ്യുന്ന ഏവർക്കും യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 21 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ്. എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കും. ഒന്നാമതായി, എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും അവ പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. ക്രിസ്തു തൻ്റെ വചനത്തിൽ വാഗ്ദാനം ചെയ്യുന്ന സ്നേഹം ഒരു നിഷ്ക്രിയ വികാരമോ ആഴമില്ലാത്ത ഉപരിപ്ലവമായ സത്യമോ അല്ല, മറിച്ച് അനുസരണത്തെ പ്രേരിപ്പിക്കുന്ന ഒരു തത്വമാണ്. എൻ്റെ കൽപ്പനകൾ ഉള്ളവൻ. ക്രിസ്തുവിൻ്റെ കൽപ്പന സ്വീകരിക്കുമ്പോൾ അവൻ ആ കൽപ്പന സ്വന്തമാക്കുന്നവനാണ്. അവൻ ആ കൽപ്പന സ്വന്തമാക്കുമ്പോൾ ആ കൽപ്പന അവൻ പാലിക്കുന്നു. ആ പാലനം ക്രിസ്തു സ്നേഹമായി അവനിൽ രൂപപ്പെടുന്നു. ആ സ്നേഹ കാരണം പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് അവനെ നയിക്കുന്നു. അങ്ങനെ പിതാവ് അവനെ സ്നേഹിക്കുമ്പോൾ യേശു വീണ്ടും അവനെ സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിൻ്റെ പൂർണ്ണത ക്രിസ്തുവിനെ തന്നെ അവന് വെളിപ്പെടുത്തി കൊടുക്കുന്ന പൂർണ്ണതയാണ്. രണ്ടാമതായി, സ്നേഹം വ്യക്തിപരമാണ്. യേശു പറഞ്ഞു, ആരെങ്കിലും എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ. സ്നേഹത്തിന് യേശുവിൻ്റെ പ്രത്യേകമായ സ്നേഹ ബഹുമാനത്തിൻ്റെ തലമുണ്ട്. യേശു പറഞ്ഞു, അവൻ എൻ്റെ വാക്ക് പാലിക്കും. അവൻ എൻ്റെ വാക്ക് പാലിക്കും. അത് ഒരു കൽപ്പന മാത്രമല്ല, അല്ലേ? ക്രിസ്തുവിൻ്റെ വചനം അനുശാസനത്തേക്കാൾ കൂടുതലാണ്. അതിൽ അവൻ്റെ എല്ലാ വാക്കുകളും ഉൾപ്പെടുന്നു. അവയെല്ലാം ഒരു സുപ്രധാന ഐക്യത്തിലും പ്രപഞ്ചത്തിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദൈവീക സ്നേഹത്തിലും ഉൾച്ചേർന്നിരിക്കുന്നതാണ്. പിതാവായ ദൈവത്തിന് നമ്മിൽ വന്ന് വസിക്കുവാനുള്ള ഏറ്റവും വലിയ പാലനമാണത്. യേശുവിൻ്റെ വചനം പാലിക്കുമ്പോൾ യേശുവിനെ സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിൻ്റെ കാരണമായി പിതാവ് അവനിൽ വന്ന് വസിക്കുന്നു. വചനം പറയുന്നത്, ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനോടൊപ്പം വാസം ഉറപ്പിക്കുകയും ചെയ്യും എന്നാണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, സ്നേഹവും അനുസരണവും കാണിക്കുന്നിടത്ത് ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും സാന്നിധ്യം സാക്ഷാത്കരിക്കപ്പെടുന്നു. പിതാവും പുത്രനും ചേർന്ന് ഓരോ വ്യക്തികളുമായി അവരുടെ ഭവനം അവൻ്റെ ഉള്ളിൽ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. മൂന്നാമതായി, യേശുനാഥൻ്റെ കടന്നു പോകലിനെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്. യേശു പോകുമ്പോൾ യേശുനാഥൻ പരിശുദ്ധാത്മാവിൻ്റെ ദാനവും പരിശുദ്ധാത്മാവിൻ്റെ സമാധാനവും നൽകുന്നു എന്നാണ് വചനം പറയുന്നത്. ഇതു ഞാൻ നിങ്ങളോട് കൂടെ ആയിരിക്കുമ്പോൾ നിങ്ങളോട് സംസാരിച്ചു, എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് അവൻ നിങ്ങളെ എല്ലാം പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞതെല്ലാം നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. കർത്താവായ യേശുനാഥൻ നമ്മിൽ നിന്നും കടന്നു പോകുമ്പോൾ കർത്താവ് നൽകുന്ന ഏറ്റവും വലിയ വാഗ്ദാനമാണിത്. ഞാൻ പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവിനെ, സഹായകനെ ഞാൻ നിങ്ങൾക്ക് നൽകും. അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ ഈ വചനങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ കർത്താവ് ഏൽപ്പിച്ച പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ത്രിത്വൈക ദൈവം എൻ്റെ ഹൃദയത്തിൻ്റെയും ഭവനത്തിൻ്റെയും ഉള്ളിൽ വന്ന് കൂടാരമായി വസിക്കുവാൻ ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഏവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ആമേൻ.